അതായത് ADGP MR അജിത് കുമാർ എന്തായാലും ക്രമസമാധാന ചുമതല ഒഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ബറ്റാലിയൻ ADGP ആയി തുടരും. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, ADGP MR അജിത് കുമാറിനെതിരെ വലിയ വിവാദങ്ങളെല്ലാം വരുമ്പോൾ തന്നെ DGPയുടെ റിപ്പോർട്ടും ADGPക്ക് എതിരായി തന്നെയായിരുന്നു വന്നിരുന്നത്. അതിന്റെ ഭാഗമായി ADGPയെ സ്ഥാനത്ത് നിന്നും, അതായത് ലോ ആൻഡ് ഓർഡർ പ്രത്യേകിച്ചും ആ ഒരു സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് കൃത്യമായി അതിനൊരു നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രി അടക്കം അതിന് ഉത്തരവ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി ഏതായാലും ഇതിനെ ആ സ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുണ്ട്. ഇനി ബറ്റാലിയൻ ADGPയായി നേരത്തെ തന്നെ MR അജിത് കുമാർ തുടരുന്നുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് മാത്രമാണ് ഇനി MR അജിത് കുമാറിന്റെ സ്ഥാനമുള്ളത്. ഏതായാലും MR അജിത് കുമാർ ഇനി ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് പ്രവർത്തിക്കും. ഏതായാലും ADGP MR അജിത് കുമാറിന് ഇനി ക്രമസമാധാന ചുമതലയിൽ തുടരാനാകില്ല. അതിന്റെ സ്ഥാനമാണ് ഇന്ന് ഒഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിലെല്ലാം ഒരു തീരുമാനം വന്നിട്ടുണ്ട്. പകരം മനോജ് എബ്രഹാം ആയിരിക്കാം എന്നുള്ള സൂചന. മനോജ് എബ്രഹാമിനെയാണ് ADGP അതായത് ഈ ക്രമസമാധാന ചുമതല ഏൽപ്പിക്കുന്നത്. ഏതായാലും വലിയ വിവാദങ്ങൾക്ക് ശേഷം എടുത്ത നടപടി തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായ ഒരു ബാക്കി കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നടന്നത്. ശരി വിഷ്ണു, എന്തായാലും ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതല ഒഴിഞ്ഞിരിക്കുന്നു. ബറ്റാലിയൻ ADGP ആയി തുടരും. വിഷ്ണു കരുണാകരനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.